നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ബോക്സിനും ഡിവിൻ്റെ 5 എല്ലാത്തിനും ഡിവിൻ്റെ ബോക്സുകളൊക്കെ ഡിവായിരിക്കും. പിന്നെ ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, വെൽക്കം ടു ഡാറ്റ ഡ്യൂ. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യണതാണ് സിമാൻറ്റിക് ടാഗ്സ്. അത് HTML 5 കേട്ടോ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഹെഡർ ആണെങ്കിൽ ഹെഡർ, നാവ് ആണെങ്കിൽ നാവ്, എസൈഡ് ആണെങ്കിൽ എസൈഡ്, ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ, ഫൂട്ടർ ആണെങ്കിൽ ഫൂട്ടർ എന്നൊക്കെ മനസ്സിലാവില്ലേ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ആട്ടോ. പിന്നെ ഞാനിപ്പോൾ കോഡ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഒരു ഹെഡർ ടാഗ് ഇടാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഹെലോ എന്ന് ടൈപ്പ് ചെയ്യുക. സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, അറിയാണ്ട് ഞാൻ ഇട്ടതാ. സെക്ഷൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ടാഗ് ഇടണം കേട്ടോ, P. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യട്ടോ. അതിപ്പോൾ സിംഗിൾ ലൈനിട്ടാ തന്നെ. എസൈഡ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുകൾ ബുള്ളറ്റ് പോയിന്റിലൊക്കെ എഴുതാൻ വേണ്ടി. അതിൻ്റെ അകത്ത് ബുള്ളറ്റ് പോയിന്റ് അല്ല, സൈഡിൽ വരാൻ വേണ്ടി. ഈ ULൻ്റെ അകത്ത് LI എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ആയിട്ട് വരുമല്ലേ, അപ്പോൾ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് വരില്ലേ. ഇപ്പോൾ 3 എണ്ണം കോപ്പി ആയിട്ട് എടുക്കുക. ഞാൻ കോപ്പി ആയിട്ട് എടുക്കണല്ലേ, ഞാൻ ടൈപ്പ് ചെയ്യാന്ന് ഓർത്ത് അറിയാണ്ട് ഞാൻ LI ഇങ്ങനെ ഇട്ടതായി. ഇനി അതിൻ്റെ സൈഡ് അണ്ടു അടിച്ചിട്ട് ഞാൻ ഒരു ലൈൻ ആ #/ കളയുന്നുണ്ട്. ഇനി LI ടാഗ് ഇതാ. എന്നിട്ട് ഫസ്റ്റത്തേൽ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റില്ലേ. ഇനി ഈ ഹലോ എന്നുള്ളത് H1 ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോൾഡായിട്ട് കാണാൻ പറ്റും. H1 ആണ് ഏറ്റവും വലിയ ടെക്സ്റ്റ്. അതിൻ്റെ അകത്ത് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും അറിയാണ്ട് ഇങ്ങനെ വന്നത്, പക്ഷെ കുഴപ്പമില്ല, അങ്ങനെയാണ് വേണ്ടത്. ഇനി ബുള്ളറ്റ് പോയിന്റിൻ്റെ അകത്ത് ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എബൌട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തതിൻ്റെ അകത്ത് കോണ്ടാക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ബുള്ളറ്റ് പോയിന്റ്സിൻ്റെ അകത്തൊക്കെ സാധനങ്ങൾ വന്നില്ലേ. ഇപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫും കൂടി ഇടുക. പാരഗ്രാഫ് ടാഗ് ഇട്ടാൽ നല്ലതായിരുന്നു, പക്ഷെ ഇതിലേലും വലിയ കുഴപ്പമില്ല. ഇനി ഫൂട്ടർ ടാഗ് ഇടുക. ഇനി ഇതിൻ്റെ അകത്ത് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ഡാറ്റ ഡ്യൂ. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, ഇതാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോ. നമ്മുടെ വീഡിയോസൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത CSS കോഴ്സായിട്ട് വരാം. ബൈ. നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറേ പേര് കണ്ടു കഴിയുമ്പോൾ എനിക്ക് വ്യൂ കിട്ടും.